വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിൻ്റെ ഇയർ 1-ൻ്റെ മോഡ്യൂൾ 9-ലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫോർട്ട് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്? ഓക്കെ, നമ്മൾ സിമ്പിൾ മെഷീൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണിത്. അതിൽ നമ്മൾ സിമ്പിൾ മെഷീൻ്റെ ചാപ്റ്റർ നമ്മൾ ഒരു 4 മോഡ്യൂളോളം അല്ലെങ്കിൽ 4 പാർട്ടോളം വരെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ആദ്യം തന്നെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA എന്നുള്ളത് എന്തായിരുന്നു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫേർട്ടായിരുന്നു. ലോഡ് ബൈ എഫേർട്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കിയതാണ്. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. ഇതാണ് എന്തെന്ന് പറയുന്ന വെലോസിറ്റി റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ ആയിരുന്നു. ഓക്കെ, ഈ 3 ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്? എന്താണ്? വെലോസിറ്റി റേഷ്യോ ആണ്. ശരിയല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? എന്താ കണ്ടുപിടിക്കേണ്ടത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. ഇഫ് എ ലോഡ് ഓഫ് 1000 കിലോഗ്രാം, ലോഡ് എത്രയാണ്? 1000 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ബൈ എ സിമ്പിൾ മെഷീൻ ആൻഡ് എഫേർട്ട് അപ്ലൈഡ് ഈസ് 250. ഇവിടുത്തെ എഫേർട്ട് എത്രയാണ്? 250 കിലോഗ്രാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ബൈ എഫേർട്ടാണ്. ശരിയല്ലേ? ലോഡ് എത്രയാണ് ഇവിടെ? 1000 ഡിവൈഡഡ് ബൈ എഫേർട്ട് എത്രയാണ്? 250. 250 1000 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വെലോസിറ്റി റേഷ്യോ ഓഫ് എ വീൽ ആൻഡ് ആക്സിൽ? വീലും ആക്സിലും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആക്സിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ വീല് കണക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആക്സിലിൽ നമ്മളിപ്പോൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വീല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് ദി റേഡിയസ് ഓഫ് ദി വീൽ ആൻഡ് ആക്സിൽ ആർ, റേഡിയസ് ഓഫ് ദി വീലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. ശരിയല്ലേ? 375 mm. ആൻഡ് ആക്സിലിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ വരൂ. ആക്സിലിൻ്റെ റേഡിയസ് എത്രയാണ്? 75 mm. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് വീലിൻ്റെ റേഡിയസ്, അതായത് ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ ആക്സിലിൻ്റെ റേഡിയസ് സ്മോൾ d, ഡയമീറ്റർ. ഓക്കെ, വീൽ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ആക്സിൽ ഡയമീറ്റർ, അല്ലെങ്കിൽ വീൽ റേഡിയസ് ഡിവൈഡഡ് ബൈ ആക്സിൽ റേഡിയസ് ക്യാപിറ്റൽ R സ്മോൾ r. അപ്പോൾ ഇവിടെ വീൽ റേഡിയസ് എത്രയാണ്? 375. ആക്സിൽ റേഡിയസ് എത്രയാണ്? 75. ഓക്കെ, നമ്മൾ 5 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതെത്രയാണ്? 25 ടൈംസ് ഇതോ 75 അല്ലേ? 25ഉം 75 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3. സോ ദ വെലോസിറ്റി റേഷ്യോ ഈസ് 3. ഓപ്ഷൻ നമ്പർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വെലോസിറ്റി റേഷ്യോ ഓഫ് എ സിമ്പിൾ മെഷീൻ? എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. VR ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഓഫ് എ മാസ് ഓഫ് 120 കിലോഗ്രാം, മാസ് എത്രയാണ്? 120 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ. ഓക്കെ, ബൈ എ ഫോഴ്സ് ഓഫ് 60 കിലോഗ്രാം മൂവിങ് 15 മീറ്റർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ വായിക്കാം. വാട്ട് ഈസ് ദി വെലോസിറ്റി റേഷ്യോ ഓഫ് എ സിമ്പിൾ മെഷീൻ? കണ്ടുപിടിക്കേണ്ട വെലോസിറ്റി റേഷ്യോ ആണ്. വെലോസിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. ഇതല്ലായിരുന്നു? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് എത്രയാണ്, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കിയേ, സിമ്പിൾ മെഷീൻ ഓഫ് മാസ് ഓഫ് 120 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ. ഇതെന്താണ്? മാസ് ഓഫ് 120 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ. അപ്പോൾ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് 120 കിലോഗ്രാം ആണ്.
ഈ ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഹൈറ്റിലാണ് മാറ്റിയത്? 5 മീറ്ററിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 5 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ. ബൈ എ ഫോഴ്സ് ഓഫ് 60 കിലോഗ്രാം മൂവിങ് 15 മീറ്റർ. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഫോഴ്സ് അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് 60 കിലോഗ്രാമുള്ള എഫേർട്ട് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിലാണ് കൊടുത്തത്? മൂവിങ് ഇൻ 15 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് 15. സോ 15 ഡിവൈഡഡ് ബൈ 5. 5ഉം 15ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3. ഓക്കെ. അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മാസിൻ്റെ വാല്യൂസ് ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാൻ. ഓക്കെ. അപ്പോൾ 2 മാസും നമുക്ക് മാസ് 120 കിലോഗ്രാമുള്ള ഒരു മാസ് അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി 5 മീറ്ററിലാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി ലോഡ് ഡിസ്റ്റൻസ് മൂവ് ബൈ 5 മീറ്റർ ആണെന്ന് മനസ്സിലായി. അതുപോലെ നമ്മൾ കൊടുത്ത ഫോഴ്സ് അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്ന 60 കിലോഗ്രാമിൻ്റെ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 15 മീറ്ററാണ്. സോ ദ വെലോസിറ്റി റേഷ്യോ നമുക്ക് എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി എഫിഷ്യൻസി ഓഫ് എ സിമ്പിൾ മെഷീൻ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു സിമ്പിൾ മെഷീൻ്റെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്രൂ ജാക്ക് ഹാവിംഗ് വെലോസിറ്റി റേഷ്യോ ഈസ് 314.2. വെലോസിറ്റി റേഷ്യോ എത്രയാണ്? 314.2. ആൻഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് 220. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 220 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ 220 ഡിവൈഡഡ് ബൈ 314.2. ശരിയല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിജിറ്റ് അതായത് പോയിൻ്റ് സംഖ്യ വന്നുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാം? ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി ഇവിടെ ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സ്വാഭാവികമായിട്ട് ന്യൂമറേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2200 ഡിവൈഡഡ് ബൈ 3142 എന്ന് വന്നു. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മളൊരു പോയിൻ്റ് കൊടുത്തു, ഒരു 0 കൊടുത്തു. എത്ര ടൈംസ് ആണ്? ഒരു 7 ടൈംസ് നോക്കാം. 21994. 6 എന്ന് വരും അല്ലേ? നമ്മൾ 0 കൊടുത്തു. അപ്പോൾ സോ ദ ആൻസർ ഈസ് 0.70 അല്ലെങ്കിൽ 0.7. സോ ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ലോഡ് ഈസ് ലിഫ്റ്റഡ് ഇഫ് ആൻ എഫേർട്ട് ഓഫ് 25 കിലോഗ്രാം? ലോഡ് കണ്ടുപിടിക്കുക. എഫേർട്ട് 25 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഈസ് അപ്ലൈഡ് ടു എ സിമ്പിൾ മെഷീൻ ഹാവിംഗ് വെലോസിറ്റി റേഷ്യോ 4. VR 4 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എഫിഷ്യൻസി 75%. പെർസെൻറ്റേജിനെ മാറ്റുമ്പോൾ 0.75. ഓക്കെ. നമ്മൾ ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. എഫേർട്ട് തന്നിട്ടുണ്ട്, വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്, എഫിഷ്യൻസി തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ. ഇതിൽ എഫിഷ്യൻസി അറിയാം, വെലോസിറ്റി റേഷ്യോ അറിയാം. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? 0.75 ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ 4. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 4. ശരിയല്ലേ? 75 ഇൻറ്റു 4 300 എന്ന് പറയും. 300 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് കൊടുക്കുക അല്ലേ? സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ബൈ എഫേർട്ടാണ്. ശരിയല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് 3 എന്ന് കിട്ടി. ലോഡ് നമുക്ക് അറിയത്തില്ല. എഫേർട്ട് നമുക്ക് തന്നിട്ടുണ്ട് 25 കിലോഗ്രാം എന്ന്. സോ ലോഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ലോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 25 കിലോഗ്രാം. സോ ദ ആൻസർ ഈസ് 75 കിലോഗ്രാം. ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫിക്സഡ് ഓർ സപ്പോർട്ടിംഗ് പോയിന്റ് ഓഫ് എ ലിവർ? ഒരു ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിൻ്റെ ലോഡ് കൊടുക്കുന്നു, ഇവിടെ അതിൻ്റെ എഫേർട്ട് കൊടുക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് പോയിന്റ് ഓഫ് എ ലിവർ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫൾക്രം. ഫിക്സഡ് അല്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് പോയിന്റ് ഓഫ് എ ലിവർ എന്ന് പറയുന്നത് എന്താണ്? ഫൾക്രമാണ്. ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് എഫേർട്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 150 കിലോഗ്രാം? വാട്ട് എഫേർട്ട്?
എഫേർട്ട് കണ്ടുപിടിക്കുക. ലോഡ് ഓഫ് 150 കിലോഗ്രാം, ലോഡ് തന്നിട്ടുണ്ട് നമുക്ക് 150 കിലോഗ്രാം എന്ന്. ഇൻ എ വീൽ ആൻഡ് ആക്സിൽ ഇഫ് ദി വെലോസിറ്റി റേഷ്യോ ഇസ് 2.5, വെലോസിറ്റി റേഷ്യോ 2.5 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി മെഷീൻ ഈസ് 75%. സോ 0.75. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിയും വെലോസിറ്റി റേഷ്യോ എന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാം. ശരിയല്ലേ? സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു വെലോസിറ്റി റേഷ്യോ. എഫിഷ്യൻസി എത്രയാണ്? 0.75. വെലോസിറ്റി റേഷ്യോ എത്രയാണ്? 2.5. 75 ഇൻറ്റു 25 നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 5 12 എന്ന് പറയാം. 5 7 1 1875. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, അപ്പോൾ ടോട്ടലി 3 ഡിജിറ്റ്. 1.875 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടി. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട എഫേർട്ടാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ടാണ്. ശരിയല്ലേ? സോ എഫേർട്ട് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ലോഡ് എത്രയാണ്? 150. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്? 1.875 അല്ലേ? ഇപ്പോൾ ഇവിടെ പോയിൻ്റ് ഉണ്ടല്ലേ? ഇപ്പോൾ പോയിൻ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 1000 കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതുപോലെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി? 150 പിന്നെ 3 0 കൂടെ. ഇവിടെ എന്തായി? 1875 എന്ന് പറഞ്ഞു. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്കൊരു 8. ഓക്കെ, 1875 ഇൻറ്റു ഒരു 8 ടൈംസ് നമുക്ക് നോക്കാം. 0 4 then 0. ഓക്കെ, 15,000 എന്ന് പറഞ്ഞു തന്നെ. 8 15,000 എന്ന് പറഞ്ഞു. 0 0. ഓക്കെ, സോ ദ ആൻസർ ഈസ് എന്തെന്ന് പറഞ്ഞു വന്നു? എഫേർട്ട് എന്ന് പറയുന്നത് 80 കിലോഗ്രാം എന്ന് പറഞ്ഞു. സോ ഓപ്ഷൻ നമ്പർ ബി. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ദി ഫൾക്രം ക്ലൗഡ്? നോക്കിയേ, ഇത് ലോഡ്, ഇത് എഫേർട്ട്. ഇവിടെയാണ് നമ്മളെ ഫൾക്രം ഇരിക്കുന്നതെന്ന് വെച്ചു. ഫൾക്രം മുതൽ ലോഡ് വരെ ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലോഡ് ആമെന്ന് പറയും. അതുപോലെ ഫൾക്രം മുതൽ എഫേർട്ട് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? എഫേർട്ട് ആമെന്ന് പറയും. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ദി ഫൾക്രം? ലോഡ് ഫ്രം ദി ഫൾക്രം എന്താണ്? ലോഡാ. ഓപ്ഷൻ നമ്പർ ബി. എഫേർട്ട് ഫ്രം ദി ഫൾക്രം ആയിരുന്നെങ്കിൽ ആൻസർ എന്തായാനെ? എഫേർട്ട് ആമെന്നായാനെ. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ ലിവർ? നമുക്ക് 3 ഓർഡർ ലിവറാണ് നമുക്കറിയാവുന്നത്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഓക്കെ, ഈ 3 ഓർഡർ ലിവറാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സിസേഴ്സ്, ഓക്കെ, സീസ, ക്രോബാർ, കോമൺ ബാലൻസ് തുടങ്ങിയവയൊക്കെയാണ്. സെക്കൻഡ് ഓർഡറിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നട്ട് ക്രാക്കർ, വീൽ ബാരോ, പേപ്പർ ഷീറ്റ് കട്ടർ, ലൈം സ്ക്യൂസർ, ബോട്ടിൽ ഓപ്പണർ. ഇതൊക്കെയാണ്. തേർഡ് ഓർഡറിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതോ? ഏതൊക്കെയാണ്? ഫോർസെപ്സ്, ഫയർ ടോങ്സ്,
ഹ്യൂമൻ ഫോറാം, അതുപോലെ തന്നെ ഇതൊക്കെയാണ്. ശരിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഫൾക്രമിൻ്റെ പൊസിഷൻ എവിടെയാണ്, ലോഡിൻ്റെ പൊസിഷൻ എവിടെയാണ്, നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന എവിടെയൊക്കെ എന്നുള്ളതാണ്. ഫസ്റ്റ് ഓർഡർ ലിവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൾക്രം എന്ന് പറയുന്നത് ലോഡിനും എഫേർട്ടിനും ഇടയ്ക്കായിരിക്കും. ശരിയല്ലേ? ഫൾക്രം എന്ന് പറയുന്നത് ലോഡിനും എഫേർട്ടിനും ഇടയ്ക്കായിരിക്കും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഫൾക്രം എന്ന് പറയുന്നത് ലോഡിനും എഫേർട്ടിനും ഇടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒന്നിനെക്കാട്ടിയും കുറവായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിന് ഈക്വലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിനെക്കാട്ടിയും കൂടുതലായിരിക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നിനെക്കാട്ടിയും കുറവായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിന് ഈക്വലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിനെക്കാട്ടിയും കൂടുതലായിരിക്കാം. ഓക്കെ. സെക്കൻഡ് ഓർഡർ ലിവറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഡെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലോഡാണ് എഫേർട്ടിനും ഫൾക്രത്തിനും ബിറ്റ്വീനായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വെരി ഇമ്പോർട്ടൻ്റ് ടൈം എന്ന് പറയുന്നത്. സെക്കൻഡ് ഓർഡർ ലിവറിൽ പൊസിഷൻ എവിടെയാണ്, ലോഡ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം. ഓക്കെ, നട്ട് ക്രാക്കറൊക്കെ നോക്കിയേ, നട്ട് ക്രാക്കറിൻ്റെ ഫൾക്രം എന്ന് പറയുന്ന പൊസിഷൻ ഇതാണ്. ലോഡ് ഇവിടെ ആയിരിക്കും വെച്ചേക്കുന്നത്, എഫേർട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ മെഷീൻ ആൻഡ് ലിവേഴ്സിനകത്ത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് വിത്ത് പിക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക, ഡൗട്ട്സ് ഉള്ളവർ. ഓക്കെ, അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഒന്നിനെക്കാട്ടിയും കൂടുതലാണ് സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. എന്ന് പറയുമ്പോൾ ലെസ് എഫേർട്ട് മതി, വളരെ കുറച്ച് എഫേർട്ട് മതി. എന്തിനു വേണ്ടി? യൂസ്ഡ് ടു ലിഫ്റ്റ് മോർ ലോഡ്. ഒരു വലിയ ലോഡിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ എഫേർട്ട് കൊടുത്താൽ മതി. അതാണ് സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ പ്രത്യേകത. തേർഡ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും ഫൾക്രത്തിൻ്റെയും പൊസിഷൻ എവിടെയാണ്? അതായത് ഫൾക്രത്തിനും ലോഡിനും ബിറ്റ്വീൻ ആയിരിക്കും ആരുടെ പൊസിഷൻ? എഫേർട്ടിൻ്റെ പൊസിഷൻ. അതാണ് തേർഡ് ഓർഡർ ലിവറിൻ്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നിനെക്കാട്ടിയും കുറവായിരിക്കും. എന്ന് പറയുമ്പോൾ മോർ എഫേർട്ട് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ലെസ് ലോഡ്. ഒരു ചെറിയ ലോഡിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ വളരെ വലിയ എഫേർട്ട് കൊടുക്കേണ്ടി വരും. അതാണ് തേർഡ് ഓർഡർ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഈസ് എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഓർഡർ ലിവർ? ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി 1-2 എക്സാമ്പിൾസ് എങ്കിലും അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ തിരിഞ്ഞു മാറില്ല. ഇവിടെ ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ എക്സാമ്പിൾ ഏതാണ്? എ പെയർ ഓഫ് സിസറാണ്. കാര്യം സിസേഴ്സിലാണ് എങ്ങനെ വരുന്നത് അറേഞ്ച്മെൻറ്റ്? ഫൾക്രം നടുക്കും, എഫേർട്ടും ലോഡും 2 എൻഡിലായിട്ട് വരുന്നത്. ശരിയല്ലേ? ഈ വീൽ ബാരോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും വീൽ ബാരോ? സെക്കൻഡ് ഓർഡറാണ്. ഫയർ ടോങ്സ് തേർഡ് ഓർഡറാണ്. ലൈം സ്ക്യൂസറോ സെക്കൻഡ് ഓർഡറാണ്. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ഓർഡർ ലിവർ? ഇവിടെ സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ എക്സാമ്പിൾ എന്താണ്? കോമൺ ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഫസ്റ്റ് ഓർഡർ ലിവറാണ്. എ പെയർ ഓഫ് സിസർ അതും എന്താണ്? ഫസ്റ്റ് ഓർഡർ ലിവറാണ്. ബോട്ടിൽ ഓപ്പണർ എന്താണ്? സെക്കൻഡ് ഓർഡർ ലിവറാണ്. സോ ഓപ്ഷൻ നമ്പർ സി. ഹ്യൂമൻ ഫോറാം ഏതാണ്? തേർഡ് ഓർഡർ ലിവറാണ്. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എക്സാമ്പിൾ ഫോർ തേർഡ് ഓർഡർ ലിവർ? തേർഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ഏതാണ്? കോമൺ ബാലൻസ് അതേതാണ്? ഫസ്റ്റ് ഓർഡറാണ്. ഫോഴ്സെപ്സ് ഏതാണ്? തേർഡ് ഓർഡർ ലിവറാണ്. സോ ഓപ്ഷൻ നമ്പർ ബി. എ പെയർ ഓഫ് സിസർ അതും ഫസ്റ്റ് ഓർഡറാണ്. ലൈം സ്ക്യൂസർ സെക്കൻഡ് ഓർഡർ ലിവറാണ്. ഓക്കെ, അപ്പോൾ ഈ ലിവറിൻ്റെ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ടും സാധ്യതയുള്ളതാണ്. ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ആണോ എന്നൊക്കെ ഉള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ടൈപ്പ് ഓഫ് ലിവർ ഈസ് ബെൽ ക്രാങ്ക്ഡ് ലിവർ? ബെൽ ക്രാങ്ക്ഡ് ലിവർ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയതാണ്. ബെൽ ക്രാങ്ക്ഡ് ലിവർ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ലിവർ സിസ്റ്റമാണ്? കർവ്ഡ് ലിവറാണ്. ഓക്കെ, ബെൽ ക്രാങ്ക്ഡ് ലിവർ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പാണ്? കർവ്ഡ് ലിവറാണ്. ഓക്കെ, വിച്ച് ഓർഡർ ലിവർ ഈസ് ക്ലോ ഹാമർ? ക്ലോ ഹാമർ എന്ന് പറയുമ്പോൾ ഏത് ഓർഡർ ലിവറാണ്? നിങ്ങൾ നോക്കിയേ, ഇവിടെയല്ലേ നമ്മളെ ലോഡ് ഇരിക്കുന്നത്, ശരിയല്ലേ? ഇവിടെ നമ്മുടെ ലോഡ് ഇരിക്കുകയാണ്, ഇവിടെയാണ് നമ്മുടെ ലോഡ്. നമ്മൾ ഈ നെയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് എവിടെയാണ്? ഇവിടെയല്ലേ? ഇവിടെ നമ്മൾ എഫേർട്ട് കൊടുത്തു, ഇവിടെയാണ് നമ്മുടെ ലോഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫൾക്രം എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും ഇതിൻ്റെ ഫൾക്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എഫേർട്ട്, ഇവിടെ ലോഡ്, അതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് ഫൾക്രം വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ലോഡ്, ഫൾക്രം, എഫേർട്ട്. ലോഡിനും എഫേർട്ടിനും ബിറ്റ്വീനായിട്ട് എന്ത് വരുന്നു? ഫൾക്രം വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഓർഡർ ലിവർ സിസ്റ്റം ആയിരിക്കും? ഫസ്റ്റ് ഓർഡർ ലിവർ സിസ്റ്റം ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ.